ശ്രീമതി യു പ്രതിഭ, ടു ദ പോയിന്റ് ആയിരിക്കണേ ക്വസ്റ്റ്യൻ. സ്പീക്കർ സാർ, പെൺകുട്ടികൾക്ക് പറക്കാൻ ചിറകുകൾക്ക് അതിരുകളില്ലാത്തൊരു കാലമാണ് ഇതെന്നറിയുമ്പോൾ ഏറ്റവും സന്തോഷം. ഏകദേശം 1,00,000-ഓളം പെൺകുട്ടികൾ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ട് എന്നുള്ള ബഹുമാനീയ മന്ത്രിയുടെ മറുപടി അങ്ങേയറ്റം സന്തോഷത്തോടെ കാണുന്നു. അഭിമാനകരമായ കാര്യമാണ്. പുതുതലമുറ തൊഴിലുകൾക്കായി വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നതിനായി സമഗ്ര നൈപുണ്യ വികസനം ലക്ഷ്യമിട്ട് എന്തൊക്കെ പദ്ധതികളാണ് സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ളത്? പുതുതലമുറ കോഴ്സുകൾ നടപ്പാക്കിക്കൊണ്ട് പുതുജനറേഷൻ തൊഴിലവസരങ്ങളിലേക്ക്, വൈജ്ഞാനിക തൊഴിലുകളിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്നതിന് ധാരാളം പദ്ധതികൾ ഇന്ന് സംസ്ഥാനത്ത് നടപ്പാക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം. നൂതന ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ട മെൻറ്ററിങ്ങും ഗൈഡൻസും സാമ്പത്തിക സഹായവുമെല്ലാം യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിലൂടെ നൽകുന്നുണ്ട്. മറ്റൊരു പദ്ധതിയാണ് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പദ്ധതി. ഇതിൻ്റെ ഭാഗമായിട്ട് ക്യാമ്പസുകളിൽ തന്നെ ഈ ഇൻഡസ്ട്രീസുമായിട്ടുള്ള അക്കാദമിക് ഇൻഡസ്ട്രി ഇൻ്റർഫേസ് ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. പ്രൊഡക്ഷൻ യൂണിറ്റുകൾ ഉൾപ്പെടെ ക്യാമ്പസുകൾക്കകത്ത് സംവിധാനം ചെയ്തുകൊണ്ടാണ് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പദ്ധതി മുന്നോട്ട് പോകുന്നത്. കണക്ട് കരിയർ ടു ക്യാമ്പസ് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് വൈജ്ഞാനിക തൊഴിലുകളിൽ പരിശീലനം നൽകുകയും സ്കിൽ എൻഹാൻസ്മെൻറ്റ് പദ്ധതികൾ കൂടുതലായി നടപ്പാക്കുകയും അതുപോലെ പുതുതലമുറ തൊഴിലവസരങ്ങളെക്കുറിച്ചുള്ള നല്ല ധാരണ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയും ജോബ് ഫെയറുകൾ സംഘടിപ്പിക്കുകയും എല്ലാം ചെയ്തു വരുന്നുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന അസാപ് കേരള ഇന്ന് ഏറ്റവും മികച്ച സ്കിൽ എൻഹാൻസ്മെൻറ്റ് ഏജൻസിയായി മാറിയിട്ടുണ്ട്. പുത്തൻ വൈജ്ഞാനിക മേഖലകളിൽ IT, റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഫാർമക്കോ വിജിലൻസ്, സൈബർ സെക്യൂരിറ്റി ഇത്യാദി മേഖലകളിലൊക്കെ അസാപ്പ് സ്കിൽ ട്രെയിനിങ് നൽകി വരുന്നുണ്ട്. പാഠ്യ പദ്ധതിയിൽ തൊഴിൽ നൈപുണ്യം ഒരു നിർബന്ധിത ഏരിയയായിട്ട് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്കിൽ കോഴ്സുകൾക്ക് ക്രെഡിറ്റ് നൽകുന്നതിനുള്ള സമീപനം തീർച്ചയായും തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള സ്കിൽ ഗ്യാപ്പ് നികത്തുന്നതിന് സഹായകരമാകുമെന്ന് കരുതുന്നു. കേരള നോളജ് ഇക്കോണമി മിഷനും ഈ ദിശയിൽ ധാരാളം പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. സർ, എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി എന്തെല്ലാം നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്? എഞ്ചിനീയറിംഗ് കോളേജിൽ ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിന് റിസർച്ച് പാർക്കുകൾ ആരംഭിക്കുകയാണ്. ഇപ്പോൾ KTUവിന് ക്യാമ്പസ് കണ്ടെത്തിയ ആ പ്രദേശത്തിന് ചേർന്ന് തിരുവനന്തപുരത്ത് തന്നെ ട്രസ്റ്റ് പാർക്ക് ഏറ്റവും മികച്ച നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. മറ്റ് 2 റിസർച്ച് പാർക്കുകൾ കൂടി ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ സംസ്ഥാനത്ത് ആരംഭിക്കുന്നതിനാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അതുപോലെ പുതുതായി ഒരു IPR സെൻറ്ററും സ്റ്റാർട്ടപ്പ് സെല്ലും KTUവിൽ രൂപീകൃതമായിട്ടുണ്ട്. ഈ IPR സെല്ലിൻ്റെ ആഭിമുഖ്യത്തിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെ സംബന്ധിച്ച വ്യക്തമായ ധാരണയും അത് സംബന്ധിച്ച ഗൈഡൻസും അധ്യാപകർക്കും ഗവേഷകർക്കും നൽകുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ QIP പ്രോഗ്രാമുകളിലൂടെ കൂടുതൽ ഗുണാത്മകമായിട്ടുള്ള വർധനവ് ഗവേഷക മേഖലയിൽ ഉണ്ടാക്കണം എന്ന നിലയിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. IIMകളും IITകളുമായിട്ട് കൈകോർത്ത് പിടിച്ചുകൊണ്ട് കൂടുതൽ ഗവേഷണാത്മക പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നതിനുള്ള ജോയിൻറ്റ് വെഞ്ചർ പ്രോഗ്രാമുകളും ആസൂത്രണം ചെയ്തു വരികയാണ്.